ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ പ്ലസ് ടു പഠിച്ച് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ പഠിച്ച കുട്ടികൾ എൻ്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ നമുക്ക് മെഡിക്കൽ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇടണം, അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്ലസ് ടു ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ പഠിച്ച കുട്ടികൾക്കുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ മെഡിക്കൽ കോഴ്സ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സിൽ എല്ലാതും PCB സബ്ജക്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് GNM, ജനറൽ നഴ്സിംഗ്. അതായത് നഴ്സിംഗിന്റെ ഒരു ഡിപ്ലോമ കോഴ്സ്. 3 വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത്. 6 മന്ത് പ്ലസ് ബാക്കി 2.5 വർഷം തിയറിയും വെച്ചിട്ട് അങ്ങനെ 3 വർഷമാണ് ടോട്ടൽ GNMന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. GNM അല്ലാതെ തന്നെ നിങ്ങൾക്ക് ANM എന്ന് പറയുന്ന കോഴ്സും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലസ് ടു സയൻസ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ജനറൽ നഴ്സിംഗ്, ഹ്യൂമാനിറ്റീസും കൊമേഴ്സ് ഒക്കെ പഠിച്ച കുട്ടികൾക്കും എടുക്കാവുന്നതാണ്. ഈ GNM കഴിഞ്ഞിട്ട് 2 വർഷം പോസ്റ്റ് ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പ്ലസ് ടുവിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ച കുട്ടികൾ ഡയറക്റ്റ് BSc നഴ്സിംഗ് എടുക്കുന്നുണ്ടല്ലോ 4 വർഷം, ആ ഒരു അതേ വാല്യൂ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പോസ്റ്റ് ബേസിക് ആവുമ്പോൾ നിങ്ങൾ മൊത്തം GNM 3 വർഷവും പോസ്റ്റ് ബേസിക് 2 വർഷം, 5 വർഷം ടോട്ടലി നിങ്ങൾ പഠിക്കേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും സയൻസ് കുട്ടികൾ എങ്ങനെയാണോ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതേ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ GNM വഴി പോസ്റ്റ് ബേസിക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഇക്വാലിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇത് പഠിക്കാം? കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ ഒരുപാട് അഡ്മിഷൻസും ഒരുപാട് കോളേജസ് ഒക്കെ നടക്കുന്നുണ്ട്. നഴ്സിംഗ് എടുക്കുന്ന പോലെ തന്നെ ഇതിന്റെ അഫിലിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലും അംഗീകരിച്ചിട്ടുള്ള കോളേജിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാതായി പോകും. ഇനി കേരളത്തിലാണെങ്കിൽ DHS DME എന്ന് പറയുന്ന 2 അതോറിറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ അണ്ടറിലാണ് നമുക്ക് ഇതിന്റെ കോളേജസ് ഒക്കെ വരുന്നത്, നഴ്സിംഗ് സ്കൂൾ വരുന്നത്. DHSന്റെ അണ്ടറിൽ 15 കോളേജുകളും DMEയുടെ അണ്ടറിൽ 3 കോളേജുകളാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കോളേജ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. സോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന GNM പഠിക്കാൻ പറ്റുന്ന കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 അതോറിറ്റീസ് ആണ് GNM കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്, DME ആൻഡ് DHS. അപ്പോൾ DMEന്റെ അണ്ടറിൽ 3 കോളേജസ് ആണ് വരുന്നത്. ട്രിവാൻഡ്രം, അതേപോലെ കോഴിക്കോട്, കോട്ടയം ജില്ലയിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ്. ടോട്ടൽ അവിടെ 90 സീറ്റ്സ് ആണ്. പക്ഷേ ഇത് SC ST കുട്ടികൾക്കാണ് ഇവിടെ റിസർവേഷൻ ഉള്ളത്. ഇവിടെ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ കോളേജിലും എത്ര സീറ്റ്സ് ഉണ്ട് എന്നുള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 വർഷമാണ്. 6 മന്ത് ഇൻറ്റേൺഷിപ്പ് അടങ്ങിയിട്ട് 3 വർഷമാണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ 5300 രൂപയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ഫീസ് സ്ട്രക്ചറാണ്. ഇനി മാറ്റം ഉണ്ടോ എന്നുള്ളത് ഈ വർഷത്തെ പ്രോസ്പെക്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. DHSന്റെ അണ്ടറിൽ നമുക്ക് ടോട്ടൽ 15 കോളേജസ് ആണ് വരുന്നത്. അതായത് 14 ജില്ലകളിലും ഓരോ കോളേജ്. അതേപോലെ തന്നെ കൊല്ലം ആശ്രം കോളേജിൽ SC ST കുട്ടികൾക്ക് മാത്രമായിട്ട് അവിടെ സ്പെഷ്യൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്കൂളുകളുണ്ട്. അപ്പോൾ അങ്ങനെ 485 സീറ്റുകളാണ് DHSന്റെ അണ്ടറിൽ നഴ്സിംഗ് സീറ്റുകൾ വരുന്നത്. പിന്നെ ANM കോഴ്സും അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും കോഴ്സ് ഡ്യൂറേഷൻ സെയിം ആണ്. ANM കോഴ്സിൻ്റെ 2 വർഷവും GNM കോഴ്സിൻ്റെ 3 വർഷമാണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ അതേപോലെ ഈ പറഞ്ഞ DHS കോളേജുകളിൽ റിസർവേഷൻ, കാസ്റ്റ് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോ കമ്മ്യൂണിറ്റി റിസർവേഷൻസ് ആണ് ഇതിനകത്ത് ഇത്ര പെർസെൻറ്റേജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 485 സീറ്റിൽ ഈ കാണിക്കുന്ന റിസർവേഷൻ കാറ്റഗറി ഒക്കെ വെച്ചിട്ടാണ് അലോട്ട്മെന്റ് നടക്കുന്നത്. ത്രൂ ആണ് ഇതിന്റെ അഡ്മിഷൻ നടക്കുന്നത്. അലോട്ട്മെന്റ്സ് വന്നിട്ടില്ല. നെക്സ്റ്റ് മന്ത് ഒക്കെ ആയിട്ട് ഇതിന്റെ അലോട്ട്മെന്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. കേരളത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ് ഉള്ളൂ ഗവൺമെന്റ് സീറ്റിൽ. പക്ഷേ ഗവൺമെന്റ് സീറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ആകെ 5000-1500 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് പ്രൈവറ്റ് സ്കൂളിലും നിങ്ങൾക്ക് പഠിക്കാം. പ്രൈവറ്റ് കോളേജിലൊക്കെ അഡ്മിഷൻ ഡയറക്റ്റ് ആണ്. അതായത് ഡയറക്റ്റ് നിങ്ങൾ കോളേജിൽ ഇപ്പോൾ വലിയ ഹോസ്പിറ്റലിലൊക്കെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ GNM കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ഇപ്പോൾ നിങ്ങളുടെ ഏരിയയിലുള്ള ഹോസ്പിറ്റലിന്റെ അണ്ടറിലൊക്കെ GNM കോഴ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം. കേരളത്തിന് പുറത്തും നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്നതിനേക്കാളും കുറഞ്ഞ ഫീസിലൊക്കെ കേരളത്തിന് പുറത്തും നല്ല കോളേജിൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് കോളേജിലൊക്കെ GNM കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കരിയർ ഹെൽപ്സിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്പർ ഞാൻ കമന്റിൽ പിൻ ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, GNM എന്ന് കേട്ടിട്ട് ഏതെങ്കിലും കുറഞ്ഞ ഫീസിൽ എന്നൊക്കെ കേട്ടിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നു. അഫിലിയേഷൻ ഇമ്പോർട്ടന്റ് ആണ് നഴ്സിംഗ് പഠിക്കുന്ന പോലെ തന്നെ. അപ്പോൾ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വിളിക്കരുത്. ഒരുപാട് കുട്ടികൾ വിളിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറ്റ് എ ടൈം നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി
ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഇൻഡിവിജ്വൽ മോണിറ്റേഴ്സ് ഉണ്ടാവും. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ അവരുമായിട്ട് നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു GNMന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നഴ്സിംഗ് പഠിക്കുന്ന അത്ര ഫീസ് സ്ട്രക്ചർ ഒന്നും വരുന്നില്ല GNM കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ പോസ്റ്റ് ബേസിക്കും പഠിക്കുന്ന സമയത്ത്. പക്ഷെ 1 ഇയർ നിങ്ങൾ എക്സ്ട്രാ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾ നഴ്സിംഗും നമ്മളിപ്പോൾ 4 വർഷം എന്നുള്ളത് 1 വർഷം കൂട്ടി പഠിക്കേണ്ടി വരും പോസ്റ്റ് ബേസിക് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഗൾഫിലാണെങ്കിലും നിങ്ങൾക്ക് എവിടെ പോകാനും ഈ ഒരു സർട്ടിഫിക്കറ്റ് മതി. GNM പ്ലസ് പോസ്റ്റ് ബേസിക് നഴ്സിംഗിന്റെ അതേ ഇക്വാലിറ്റി തന്നെയാണ് ലഭിക്കുന്നത്. എല്ലാ കൺട്രീസിലും ഇത് വാലിഡ് ആണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നല്ല കോളേജും നല്ല അതായത് ഇപ്പോൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, ക്ലിനിക്കൽ എക്സ്പോഷർ ഒക്കെ ഉള്ള കോളേജ് തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. ഓൺലൈനിലായിട്ട് GNM പഠിക്കുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചതിയിലൊന്ന് പോയി ചാടരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നഴ്സിംഗ് കോഴ്സ് നമ്മൾ എങ്ങനെ ഓൺലൈനിൽ പഠിക്കാം? ഇപ്പോൾ MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഓൺലൈനിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പരസ്യം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെറും തട്ടിപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു പേഷ്യന്റ് നിങ്ങളെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ലബോറട്ടറി പഠിച്ചിട്ട് നമ്മൾ ബ്ലഡ് എടുക്കുകയാണ്. നിങ്ങൾ ഓൺലൈനിൽ പഠിച്ച നിങ്ങൾ എങ്ങനെ ബ്ലഡ് എടുക്കുക? അപ്പോൾ അതൊക്കെ ഒരു തട്ടിപ്പാണ്. അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും പോയി വീഴരുത്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ കോളേജിൽ പോയി അന്വേഷിച്ച് എല്ലാ അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, കോഴ്സുകൾ എടുത്ത് പഠിക്കുക. എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും കരിയർ ഹെൽപ്സ് നിങ്ങൾക്ക് നമ്മൾ ഫുൾ ടൈം 24 hours റെഡിയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, നമ്പർ നോട്ട് ചെയ്യുക. ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ 3-4 വർഷങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കരിയർ ഗൈഡൻസ് മാത്രം തരുന്ന ഒരു കരിയർ ഹെൽപ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. അഡ്മിഷൻസ് ഡീറ്റെയിൽസോ കോളേജ് ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾ അബദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു ചതിയിൽ പോയിട്ട് ചാടരുത്. അപ്പോൾ GNM കോഴ്സാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നതാണ്. ടേക്ക് കെയർ.